പ്രത്യേകിച്ച് പേരില്ല, ജസ്റ്റ് അവൻ്റെ ഒരു സൈൻ മാത്രമേ ഉള്ളൂ. സോ വളരെ സന്തോഷമുള്ള ഒരു കത്താണ്. ആദ്യത്തെ കഥായതുകൊണ്ടും പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്തെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു, പിന്നെ അങ്ങോട്ടുണ്ടായ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു നല്ല കത്താണ്. സോ ഡെഫിനറ്റ്ലി ഹാപ്പിനെസ് തരുന്നതാണ്. അടുത്തത് വന്നിട്ട് കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തോന്നിക്കൽ കുമാരനാശ സ്മാരകത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ നിന്നൊരു ബുക്ക് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മറ്റേ റെസിപ്റ്റ് പോലെയാണ്. ബുക്കൊക്കെ നമ്മളിവിടെ വേറെ ഷെൽഫിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ ലണ്ടൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു യാത്രയിൽ ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ യാത്ര പോയ വഴിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്കും വാങ്ങിച്ചുള്ളൂ. ആ സ്ഥലത്ത് നിന്ന് അങ്ങ് വാങ്ങിച്ച ഒന്ന് ഇതാദ്യത്തെ ആയിരുന്നു. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ഹാപ്പിനെസ്. ചെറിയൊരു എമൗണ്ടിലാണെങ്കിലും ഇത് നല്ല ഓർമ്മിക്കേണ്ട ഒരു പുസ്തകം വാങ്ങിക്കാനൊന്നും ചില്ലറ കയ്യിലില്ല. സോ ഇതാണ് അടുത്തത്. അത് എന്നിട്ട് പൊന്മുടി എക്കോ ടൂറിസം, യെസ്, തിരുവനന്തപുരം. ഞാൻ പൊന്മുടി യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒന്നല്ല 4-5 വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ പാലോട് ഫോറസ്റ്റ് റേഞ്ച് തന്നെയാണ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നാണ് 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ കയറിയതാണ്. 6-4 2024 ആക്ച്വലി. ആ പൊന്മുടി യാത്രയിൽ പറഞ്ഞ പോലെ കുറേ നാളത്തെ പ്ലാനിങ് ശേഷം അവസാനം ഡെസ്റ്റിനി കോപ്പറേറ്റഡ് ആയിട്ടുള്ള യാത്രയായിരുന്നു. ആക്ച്വലി നല്ലൊരു മൊമെൻ്റാണ് ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന എൻ്റെ ഒരു സോളോ ട്രക്കിംഗ് ഫീൽ ആകുന്ന ഒരു യാത്ര. ഇറ്റ്സ് ഗുഡ് ഹാപ്പിനെസ്. പിന്നെ അടുത്തത് ഇതാണ്, പാട്ട് 10 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കല്ലാർ എക്കോ ടൂറിസം. പൊന്മുടിയുടെ താഴെ തൊട്ട് നമുക്കൊരു കല്ലാർ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതിൻ്റെയാണ്. ഈ സംഭവം ഒന്നും ക്ലിയർ അല്ല, സോഷ്യൽ മീഡിയയിൽ കാണാം, പിന്നെ മേളിലേക്കൊക്കെ നോക്കിയിട്ടുള്ളൂ. എന്തായാലും ഉണ്ട്. ഇതാണ് എൻ്റെ മറ്റൊരു സന്തോഷം. അന്നത്തെ ദിവസം 6-ാം തീയതിയിലെ തന്നെ യാത്രയുടെ ഭാഗമായിട്ട് സന്തോഷം. ഇനി അടുത്തതായി ഞാൻ കാണിക്കുന്ന ഇതാണ്. ഇത് അക്വേറിയം വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ പാളയത്ത് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ അടുത്തൊരു അക്വേറിയം ഷോ ഉണ്ടല്ലോ, അക്വേറിയം മ്യൂസിയം. സോ അതാണ് സൂവിൻ്റെ അടുത്താണ്. അവിടെ പോയത് ഡേറ്റ് ഇല്ല. എന്തായാലും ആ ഒരു വീക്കിൽ ഏതൊരു ദിവസമാണ് പോയത്. അവിടെ മുഴുവൻ ഇനി തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ടാവുന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പോയി കണ്ടതാണ്. ഒരു ദിവസം വൈകിട്ട് പോയി കണ്ടാണ്. നല്ല യാത്രയായിരുന്നു. കൊള്ളാം. QR കോഡൊക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് ബേബി എന്നെ പറ്റി തന്നെ ആയിരിക്കാം. ഇനി ഇങ്ങോട്ടൊക്കെ പോയി യാത്രയൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ KSRTC ടിക്കറ്റ്സ് ആണ് പിന്നെ അടുത്തായിട്ടുള്ളത്. ഇങ്ങോട്ടാണ് പോയി 16th മൈൽ ടു കഴക്കൂട്ടം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാൻ തോന്നയ്ക്കൽ നിന്ന് ഇറങ്ങി കഴക്കൂട്ടത്തേക്ക് വന്ന ഒരു യാത്രയുടെയാണ് ഈ കാണിക്കുന്നത്. ഇത് കറക്റ്റ് 1-ാം തീയതി 1-ാം തീയതിയിലാണ്. ഏപ്രിൽ 1-ാം തീയതി ഞാൻ പോയ യാത്രയാണ് എൻ്റെ യാത്രയുടെ ടിക്കറ്റ്സ്. പിന്നെ ഇത് ആക്ച്വലി കുറച്ച് പേഴ്സണലായിരിക്കും. ഓക്കെ, 12/1/24. സോ ഐ ഹാഡ് എ റിലേഷൻഷിപ്പ് ഇൻ 2024. അപ്പോൾ അതിങ്ങനെ എക്സ് ആയതുകൊണ്ട്, എക്സും എൻ്റെ ഒരു ഫ്രണ്ട്, സ്റ്റിൽ ഫ്രണ്ട്. അപ്പോൾ അവളുടെയും സംസാരം കേട്ടപ്പോൾ ഒരു ചെറിയ സന്തോഷം തോന്നി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഞാൻ കാണിച്ചത്. നല്ല ക്ലാരിറ്റി ഇല്ലല്ലേ നമ്മൾ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി അതൊരു സന്തോഷം തോന്നിയ സമയം. അവർ രണ്ടുപേരുടെ സംസാരത്തിൽ എനിക്കെന്താ സന്തോഷം തോന്നുന്നത്? കാരണം മേ ബി അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചായിരിക്കാം, അത് കേട്ടിട്ട് ഞാൻ സന്തോഷം തോന്നിയതായിരിക്കാം.